നമ്മൾ സ്ത്രീകളെ പള്ളിയിൽ പോകുമ്പോ ഈ തല മറിക്കുന്ന എന്തിനാ? എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവോ? പണ്ട് പൗലോസ്ലീഹ എങ്ങാണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തില് ഈ സ്ത്രീകളെ പറ്റി കുറേ പരാമർശം നടത്തിയായിരുന്നു. അതിലൊന്നാണ് ഈ സ്ത്രീകൾ തല മറയ്ക്കണം എന്നുള്ളത്. പക്ഷെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സ്ത്രീക്കും പുരുഷനും സമത്വം ആവശ്യമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ തലമറയ്ക്കൽ പോലത്തെ ആചാരങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ സ്ത്രീകൾ വീണ്ടും എന്തിനാണ് ഈ തലയും മറിച്ച് പോകുന്നത്? പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട കാര്യം എന്താന്ന് ചോദിച്ചാല്, പല ജാതിപ്പെട്ട ആൾക്കാര് ഈ എസ്പെഷ്യലി സ്ത്രീകള് തലയും മറിച്ചാണ് പ്രാർത്ഥനാ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒരു മതമാണോ? അതോ നമ്മുടെ ദൈവം ഒന്നാണോ നമ്മുടെ എല്ലാവരുടെയും? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. നമ്മൾ സ്ത്രീകളെ പള്ളിയിൽ പോകുമ്പോ ഈ തല മറിക്കുന്ന എന്തിനാ? എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവോ? പണ്ട് പൗലോസ്ലീഹ എങ്ങാണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തില് ഈ സ്ത്രീകളെ പറ്റി കുറേ പരാമർശം നടത്തിയായിരുന്നു. അതിലൊന്നാണ് ഈ സ്ത്രീകൾ തല മറയ്ക്കണം എന്നുള്ളത്. പക്ഷെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സ്ത്രീക്കും പുരുഷനും സമത്വം ആവശ്യമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ തലമറയ്ക്കൽ പോലത്തെ ആചാരങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ സ്ത്രീകൾ വീണ്ടും എന്തിനാണ് ഈ തലയും മറിച്ച് പോകുന്നത്? പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട കാര്യം എന്താന്ന് ചോദിച്ചാല്, പല ജാതിപ്പെട്ട ആൾക്കാര് ഈ എസ്പെഷ്യലി സ്ത്രീകള് തലയും മറിച്ചാണ് പ്രാർത്ഥനാ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒരു മതമാണോ? അതോ നമ്മുടെ ദൈവം ഒന്നാണോ നമ്മുടെ എല്ലാവരുടെയും? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്.